ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ മാഇദ 54-ാമത്തെ ആയത്തിൽ വളരെ മനോഹരമായ ഒരു വചനം അള്ളാഹു പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അള്ളാഹു സ്നേഹിക്കുന്നവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുമായ ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരും. ആ പകരം കൊണ്ടുവരുന്ന അള്ളാഹു സ്നേഹിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ജനതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ സത്യവിശ്വാസികളോട് വിനയമുള്ളവരോടും സത്യനിഷേധികളോട് അവരുടെ മുന്നിൽ പ്രതാപം കാണിക്കുന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമായിരിക്കും. അതായത് അള്ളാഹുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വിഭാഗം, തിരിച്ച് അള്ളാഹു അവരെയും സ്നേഹിക്കുന്നു, അള്ളാഹുവിന് അവർ വളരെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ പരമ്പരാഗതമായി മുസ്ലിങ്ങളായി നമ്മൾ ഈ ദീനിൽ ആണ് എന്ന് അഭിമാനിക്കുകയും പക്ഷേ ഈ ദീനിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോവുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതികൾ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മളെക്കൊണ്ട് അള്ളാഹുവിനൊരു ഉപകാരവുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അള്ളാഹു നമുക്ക് പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരും എന്നതാണ് ഈ വാചകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ആളുകളുടെ ഇഷ്ടം അല്ലെങ്കിൽ ആ ആളുകളുടെ സ്വഭാവം, അവരുടെ സവിശേഷത എന്താണെന്ന് അള്ളാഹു പറയുന്നു. ഇത് പറയുന്നത് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അവർ വിശ്വാസികളോട് വിനയമുള്ളവരായിരിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്നതാണ്. വഇസ്സത്തിൻ അലൽ കാഫിരീൻ, അതുപോലെ തന്നെ അവിശ്വാസികളുടെ ഇടയിൽ ആയിരിക്കുമ്പോൾ അന്തസ്സോടെ പെരുമാറും. അവർ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെയോ പരിഹാസത്തെയോ ഭയപ്പെടില്ല. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ആരോഗ്യകരമായ അഭിമാനത്തെക്കുറിച്ചും അതല്ലാത്ത ഒരു ദുരഭിമാനത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടെ അതുപോലെ അനാരോഗ്യകരമായൊരു വിനയവും അപമാനവും ഉണ്ട്. ഇമാം ഗസാലി തൻ്റെ പുസ്തകത്തിൽ ഒരു ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ അതിനായിട്ട് നീക്കി വച്ചിട്ടുണ്ട്, ഈ അനാരോഗ്യകരമായ വിനയം എന്ന് പറയുന്ന സംഗതിക്ക്. അതായത് പോസിറ്റീവായ വിനയവും അപമാനത്തിലേക്ക് നയിക്കുന്ന മോശമായ വിനയവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിശ്വാസികൾക്കിടയിൽ വിനയമുള്ളവരാവുക, അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, അതുപോലെ ഇസ്സത്തിൻ അലൽ കാഫിരീൻ, വിശ്വാസികൾക്കിടയിൽ അന്തസ്സുള്ളവരാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശ്വാസികളല്ലാത്തവരോട് നമ്മൾ ബഹുമാനമില്ലാതെ പെരുമാറണം എന്നല്ല, അതൊരിക്കലുമല്ല. അവരെ ഉപദ്രവിക്കണമെന്നോ അവരോട് ഒരു തരം അഹങ്കാരത്തോടെ പെരുമാറണമോ എന്നൊന്നും അല്ല. അങ്ങനെ പെരുമാറാനൊന്നും ഒരിക്കലും അള്ളാഹുവോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ കൽപ്പിക്കുകയില്ല. മറിച്ച് പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിലും, അതായത് ശത്രുക്കളുടെ അവിശ്വാസികളുടെ പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് തൻ്റെ സംയമനം പാലിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു. അതായത് നമ്മൾ അവിശ്വാസികൾക്കിടയിൽ അന്തസ്സ് കാണിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടേതല്ലാത്ത വിശ്വാസമുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ തത്വങ്ങളോ ഇസ്ലാമിക മൂല്യങ്ങളോ പണയം വെക്കരുത് എന്നതാണ്. അതായത് അവരോട് കൂറു പുലർത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ പണയം വെക്കുക, അതിനെ നമ്മൾ തന്നെ അതിനെ കുറച്ച് കാണുക. ഒരു മുസ്ലിം എന്ന് പറയുന്നതിൽ പോലും ഒരു ലജ്ജയോ അല്ലെങ്കിൽ അതിനൊരു മടിയോ
ഒക്കെ നമുക്ക് ഒരു തരം വിമുഖത തോന്നുക. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അപമാനകരമായ വിനയം എന്ന് പറയുന്നത്. ഇനി വിശ്വാസികൾക്കിടയിൽ വിനയമുള്ളവരാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടല്ലെങ്കിലും ചിലപ്പോഴൊക്കെ കണ്ടുവരുന്നൊരു സ്വഭാവം, നമ്മൾ മുസ്ലിം അല്ലാത്തവരോട് വളരെ മര്യാദയോടും അന്തസ്സോടും കൂടി പെരുമാറും. പക്ഷേ സ്വന്തം സഹോദരങ്ങളോട് വരുമ്പോൾ, മുസ്ലിങ്ങളോട് വരുമ്പോൾ അവരോട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. വളരെ വളരെ സാമാന്യവൽക്കരിക്കുകയല്ല, പക്ഷേ അപവാദമാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ്, പള്ളികളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയുക എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വെറും വസ്ത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല, നല്ല സ്വഭാവം, അദബിനെ കൂടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ജോലിസ്ഥലത്ത് വളരെ മാന്യമായി പെരുമാറുന്നവർ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് തന്നെ ഒരുതരം അഹങ്കാരത്തോടെയും അവരെ ഇകഴ്ത്തിയുമൊക്കെ സംസാരിക്കുന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട്. പക്ഷേ വിശ്വാസികൾക്കിടയിൽ വിനയത്തിൻ്റെ അങ്ങേയറ്റം നമ്മൾ കാണിക്കണം. ദില്ല എന്ന വാക്കിന് സ്വയം താഴ്ത്തുക, ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. ഏതുപോലെ ഒരു തള്ളപ്പക്ഷിയുടെ ചിറകിന് കീഴിൽ മറ്റ് കുഞ്ഞുങ്ങളെ, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ആ തള്ളപ്പക്ഷി എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ചേർത്ത് പിടിക്കണം. അതുപോലെ വിനയം കാണിക്കണം. പള്ളിയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളോടൊപ്പം വരുന്ന, അവൻ ഏത് നാട്ടുകാരനോ ഭാഷക്കാരനോ ഏത് സാമൂഹ്യ തലത്തിലോ ഒക്കെ ഉള്ള ആളാവട്ടെ, അവരൊക്കെ ഒരു ബഹുമാനമർഹിക്കുന്നവരും നമ്മുടെ ഏറ്റവും നല്ല പെരുമാറ്റത്തിനും അർഹരാണ് അവർ എന്നർത്ഥം. വിശ്വാസികളല്ലാത്തവരോട് നമ്മൾ ഇതേ വിനയം തന്നെ കാണിക്കണം. പക്ഷേ ആ വിനയം നമ്മൾ ഒരിക്കലും അപമാനത്തിലേക്ക് നയിക്കരുത് എന്നതാണ്. അതായത് പൊതുസ്ഥലത്ത് വെച്ച് നമ്മളെ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം മറച്ചു വെക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നതാണ്. നമ്മൾ മറ്റു മതസ്ഥരുടെ പിന്നെ ആഘോഷങ്ങളും അലങ്കാരങ്ങളും കണ്ടിട്ട് അതിൽ അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ എന്നൊന്നും ഇതിനർത്ഥമില്ല. മറിച്ച് നമ്മുടെ പെരുന്നാൾ വരുമ്പോൾ, ഈദ് വരുമ്പോൾ അഭിമാനത്തോടെ അവർക്ക് സമ്മാനം നൽകുകയും നമ്മൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന കാര്യവും മറ്റുമൊക്കെ ഈ ആഘോഷവും സന്തോഷമൊക്കെ അവരുമായി പങ്കുവെക്കുകയും ചെയ്യണം. അതിലൊക്കെ നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവണം. നമ്മുടെ വിശ്വാസം എന്താണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നവർ അറിയണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ നോമ്പും പെരുന്നാളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവരോട് അഭിമാനത്തോടെ പെരുമാറണം എന്നതാണ് ആ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കുകയും ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിൽ ഇമാം ഇബ്നുൽ ഖയ്യിം അതിനെക്കുറിച്ച് പറയുന്നത്, ഇവിടെ അള്ളാഹു അവിശ്വാസികളുടെ ആക്ഷേപം ലൗമത്ത അൽ കാഫിരീൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് ലൗമത്ത ലാഇം എന്നാണ് പറഞ്ഞത്. അതായത് ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം എന്നാണ് പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നതും ഇസ്ലാമിക കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നതും നമ്മുടെ സ്വന്തം ആളുകളായിരിക്കാം. മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്കത് കാണാം. ധാരാളം എക്സ് മുസ്ലിംസും ഇസ്ലാമിന് പുറത്തു പോയ മുസ്ലിംസും ഒക്കെ ധാരാളമുള്ള ഒരു നാടാണ് നമ്മുടേതൊക്കെ. അപ്പോൾ അവിടെ പുറത്തുള്ള ആളുകൾ അംഗീകരിക്കുന്ന പോലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ വീട്ടിൽ തന്നെ സ്വന്തം ബന്ധുക്കൾ തന്നെ അങ്ങനെ തടയാൻ നോക്കിയേക്കാം. അപ്പോൾ ഇത്തരത്തിൽ അകത്തു നിന്നോ പുറത്തു നിന്നോ ഉള്ള ആർക്കും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നോ സ്വഭാവ മര്യാദകളിൽ നിന്നോ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ കാതലെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇമാം ഹസനുൽ ബസരി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു ഉഖൂബത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ശാപം എന്നതാണ് ഐ യസ്തക്മില ഖസ്ലത്തൻ മിനൽ ഖൈർ, അവനൊരു നല്ല ഗുണത്തിൽ മികച്ചു നിൽക്കുകയും ഫയുഅത്തി മഅഹ ഖസ്ലത്തൻ മിനശ് ശർരി യതഅസ്സ ബിഹ, അതിനോടൊപ്പം വരുന്ന ഒരു ചീത്ത ഗുണത്തെ അവൻ സഹിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൊരു ആ ചീത്ത ഗുണം അവനോടൊപ്പം തന്നെ ഉണ്ടായിപ്പോകുന്നു, അവൻ അതിനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ശാപം. അതായത് ധാരാളം നന്മകളുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ
ചില തിന്മകൾ, ആളുകൾ വെറുക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു തന്നെ വെറുക്കുന്ന ചില തിന്മകൾ അവനോടൊപ്പം തന്നെ കണ്ടുവരികയും ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറിച്ച് വിശ്വാസി എപ്പോഴും നല്ല ഗുണങ്ങളുടെ വിളനിലമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ശരിയായ അഭിമാനവും ശരിയായ വിനയവും കാണിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷെ ആ ഒരു ബാലൻസ് കണ്ടെത്തുക, ആ പ്രയാസകരമായ ബാലൻസ് കണ്ടെത്തുക, സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നത് വളരെ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നമ്മൾ വിനയമുള്ളവരാകാനും അവൻ നൽകിയ മൂല്യങ്ങളിൽ അഭിമാനിക്കുന്നവരാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.